ഇനിയോ നമുക്ക് കാണാതറിയുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ഒരു തവണ ഓതിയാൽ തഅദിലു സുലുസൽ ഖുർആൻ. അത് ഖുർആനിന്റെ 1/3 ഖുർആനിന്റെ 1/3 എന്ന് പറഞ്ഞാൽ 10 ജുസ് അല്ലേ? 10 ജുസ് അല്ലേ? ഒരു തവണ ഓതിയാൽ 10 ജുസ് ഓതിയതിന്റെ പ്രതിഫലമാണ്. 3 തവണ ഓതിയാലോ ഒരു ഖത്തം ഓതിയതിന്റെ കൂലിയാ. 12 തവണ ഓതിയാലോ 12 തവണ ഒരാളങ്ങനെ ഓതുകയാണെങ്കിൽ 4 ഖത്തം ഓതിയതിന്റെ കൂലിയാ. ഉമ്മമാരെ, റമളാനിൽ ധാരാളം ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുമിച്ച് ഓത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നല്ലോണം ഓതിക്കോ. ഞാൻ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കലുണ്ട്. സ്ത്രീകളെ ക്ലാസ്സാണ്, മാസത്തിലുള്ള ക്ലാസ്സാണ്. 100-300 പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സിന് കഴിഞ്ഞ റജബിൽ പോയപ്പോൾ ആ റജബിൽ പെണ്ണുങ്ങന്മാരോട് പറഞ്ഞു, ഈ റജബ് മാസത്തിൽ നമുക്ക് ഇഖ്ലാസ് സൂറത്ത് ഓതാം. ഒരു റജബ് മാസത്തിലെ ഓരോ ദിവസവും 100 തവണ ഓതാം. അങ്ങനെ 30 ദിവസം പൂർത്തിയാകുമ്പോഴേക്ക് 3000 ആകുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ റജബിൽ 3000 തവണ ഓതണം. ഇനി ഓതാൻ പറ്റാത്ത ദിവസമാണെങ്കിലും ഓതാൻ പറ്റുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഓതുകയും അങ്ങനെ റജബ് പൂർത്തിയാകുമ്പോഴേക്ക് 3000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. എന്നാൽ നമുക്ക് 1000 ഖത്തം ഓതിയതിന്റെ പ്രതിഫലമുണ്ട് എന്ന് ആ പുതിയങ്ങാടിയിലുള്ള ഉത്താരം പള്ളിയിലുള്ള സഹോദരിമാരോട് പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ അതിന് തയ്യാറാവുകയാണ്. പിറ്റേന്ന് ശഅബാൻ മാസത്തിൽ തുടക്കത്തിൽ അവിടെ ക്ലാസ്സിന് വേണ്ടി പോയപ്പോ സ്ത്രീകളുടെ ഇടയിൽ കടലാസ് കൊടുത്തയച്ചു. കഴിഞ്ഞ റജബിൽ നിങ്ങൾ എത്ര പേര് ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട്, എത്ര തവണ ഓതിയിട്ടുണ്ട്, കടലാസിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങന്മാരൊക്കെ എഴുതുകയാണ്. ആ 10-300 പെണ്ണുങ്ങളൊക്കെ ലക്ഷോപലക്ഷം തവണ എല്ലാവരും മുഴുവനായി ഓതി തീർത്തിട്ടുണ്ട്. ദിവസം 100 ഓതിയവരുണ്ട്, ദിവസം 1000 ഓതിയവരുണ്ട്, അങ്ങനെ പലതും. അതിലൊരു പെണ്ണെത്രയാ ഓതിയതെന്നറിയോ? ആ എഴുതിയവരുടെ ആ ലിസ്റ്റ് ഒന്ന് വായിക്കുമ്പോ ആദ്യത്തെ പേര് വായിച്ചൊരു പെണ്ണോ, ആ പെണ്ണ് ആ പേരിന്റെ കൂടെ എത്ര തവണയാ ഇഖ്ലാസ് സൂറത്ത് ഓതിയത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 1,00,000 തവണയാ. റജബ് മാസത്തിലെ 1,00,000 തവണ ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ആ ശഅബാനിലെ ക്ലാസ്സിൽ വെച്ച് ഞാൻ ആ ഉമ്മമാരോട് വീണ്ടും പറഞ്ഞു, ഇനി നമുക്ക് റമളാനിലും ഇതുപോലെ ഓതാം. ചുരുങ്ങിയത് ദിവസം ഒരു 100 തവണ ഓതിക്കോ.